ഹലോ, നമുക്കിതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സാധാ വൈറ്റ് A4 സൈസ് ഷീറ്റ് പേപ്പറാണ്. നിങ്ങൾക്ക് കളറുള്ള എടുക്കാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി വൈറ്റ് എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗി എടുത്തറിയാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വൈറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് മടക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇത് നോർമൽ സ്പീഡിലാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഇത് ഇപ്പോഴൊന്നും തീരില്ല, കുറച്ച് ലെങ്ത് ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ കേട്ടോ. ഒന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് A4 സൈസ് ഷീറ്റും അതുപോലെ തന്നെ ഗമ്മും മാത്രം മതി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഫ്ലേവറും കൂടി വേണമല്ലോ. അപ്പോൾ ഫ്ലേവറും കൂടി ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഫ്ലേവറിൻ്റെ കളറ് അതല്ല ഞാൻ ഉദ്ദേശിച്ച് പോയത്. ഞാൻ ഒരു പിങ്കും ഒരു റോസ് അങ്ങനെ കൈൻഡ് ഓഫ് ഒരു കളർ ഉദ്ദേശിച്ചാണ് പോയത്. പക്ഷെ അതൊന്നും കിട്ടിയില്ല എന്ത് ചെയ്യാൻ. അതുകൊണ്ട് കിട്ടിയ കളർ വെച്ചിട്ടാണ് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതുപോട്ടെ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് ഒരു പകുതി പ്ലാസ്റ്റിക് ഇതുപോലെ കുപ്പി മുറിച്ച് ഉള്ളി വെക്കണം. അല്ലെങ്കിൽ ഇത് പേപ്പർ ആയതുകൊണ്ട് മറിഞ്ഞു പോട്ടോ, ഒരു വെയിറ്റിന് വേണ്ടി വെക്കണം. എന്നിട്ട് നമുക്ക് ഇതെന്താ പൂ ഉണ്ടാക്കാം. പൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ കളർ മാറിപ്പോയത്, അപ്പോൾ ആ കളറാണ് എടുത്തേക്കുന്നത്. നമ്മളിതെല്ലാം ചുരുട്ടി അതിന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 2 കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെന്ത് പൂവാന്നൊന്നും ആരും ചോദിക്കരുത്, ഒരു പൂ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പറയണേ.